ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇന്നു മുതൽ നമ്മളൊരു പുതിയൊരു ഇനിഷ്യേറ്റീവ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഞാനൊരു ഡെയിലി വ്ളോഗ് പോലത്തെ ഒരു സാധനം ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഒരു പരീക്ഷണ വ്ളോഗ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ എന്തെങ്കിലും ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അതൊരു ചെറിയ വ്ളോഗായിട്ടോ വലിയ വ്ളോഗായിട്ടോ വരും. അപ്പോൾ ഇന്നെന്തായാലും കുറച്ച് ഫ്രണ്ട്സൊക്കെ വരെയാണ് വീട്ടിൽ. നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, സോനു, ഷാരു, അനന്തു, അങ്ങനെ നമ്മളൊന്ന് ഫുഡ് അടിക്കാനുള്ള പ്ലാനാണ്. അപ്പം എല്ലാം ഞാൻ കാണിച്ചു തരാം ഗൈസ്. ആൻഡ് ഓൾസോ ഇന്ന് ഞാനൊന്ന് ഷേവ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്, അതാണ് റെഡി ആയി നിൽക്കുന്നത്. പക്ഷേ മൈ സ്റ്റൈലിസ്റ്റ് ഇന്ന് അവധിയാണ്. അപ്പം അവൻ എനിക്കൊന്ന് ഫാമിലി ടൈം ആയിരിക്കും. അപ്പം നാളെ പോയി ഷേവ് ചെയ്യാം. അപ്പം ഇന്നത്തേക്ക് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലഞ്ച് ഞാൻ കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹോട്ട് ബോക്സ് എന്നൊരു കടയുണ്ട് ഇവിടെ ബിരിയാണിയുടെ. അപ്പോൾ അവിടെ നിന്നൊരു മട്ടൻ ബിരിയാണി വന്നു. അപ്പോൾ ഞാൻ നോക്കട്ടെ അത് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ലെറ്റ് സീ ഇഫ് ഇറ്റ്സ് ഗുഡ്. അതിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമ്മൾ ഈ ഒരു ഡെയിലി വ്ളോഗ് സാധനം നോക്കട്ടെ, എൻ്റെ കോൺഫിഡൻസും പിന്നെ ചെയ്യാനുള്ള സാധനങ്ങൾ എന്തെന്നുണ്ടെന്ന് വെച്ചുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പം ഇന്നെന്തായാലും ഡേ 1. സീ യു ഗൈസ്. ഇതാണ് ഹോട്ട് ബോക്സിലെ ബിരിയാണി. നല്ല ടെൻഡർ മീറ്റ് കേട്ടാ, അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയ അരിയിലെ ബിരിയാണിയാണ് ഗൈസ്. നോക്കട്ടെ. ലൈറ്റ് മസാല സംഭവം. മീറ്റ് കഴിക്കാൻ നല്ല പൊടിഞ്ഞു, ഓഫ് സോഫ്റ്റ്. മറ്റേ സാലഡും ഇതുമായിട്ട് കഴിച്ചോട്ടെ. ലെറ്റ് മീ ട്രൈ ഇറ്റ്. നല്ല ടെൻഡർ മട്ടൺ ഗൈസ്. എൻ്റെ അമ്മേ, സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സോഫ്റ്റ് മട്ടൺ. എന്തായാലും ഒന്ന് കഴിച്ച് നോക്കട്ടെ. കൊള്ളാം. റൈസ് കുറച്ചുകൂടെ ഫ്ലേവർ ഉണ്ടായത് നൈസാണ്, പക്ഷേ മസാല നൈസ്. ഐ ലൈക്ക് ഇറ്റ്. മുമ്പ് കഴിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തലശ്ശേരി സ്റ്റൈലാണെന്ന് തോന്നുന്നു ഈ ബിരിയാണി. പക്ഷേ കൊള്ളാം ഗൈസ്, നൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അവരുടെ ബീഫും ചിക്കനും എല്ലാം നല്ലതാണ്. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ബിരിയാണിയാണ്, വെച്ചില്ല. ആൻഡ് ലെറ്റ് സി. ഇപ്പം എന്തായാലും കഴിച്ചിട്ട് വരാം ഗൈസ്. ഇന്നെന്തായാലും ഷേവിങ് നടക്കൂല. അപ്പം ഞാൻ വിചാരിച്ച് നീ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവരുമായിട്ട് ചില്ല് ചെയ്ത് പുറത്തെവിടെയെങ്കിലും പോവാം. അപ്പം കാണാം ഗൈസ്, കഴിച്ചിട്ട് വരാം. റാൻഡം ക്യാപ്പ്. എന്താണ് ഒരു പെട്ടെന്നൊരു വിസിറ്റ് വീട്ടിൽ? വേല കളിക്കാൻ എന്തോടാ, കഫയോ? വാലറന്റ് കളിക്കാൻ വന്നതാണ് ഗൈസ്, ഷാസിന്റെ PC-യിൽ. അപ്പം അവനിപ്പോൾ അന്ന് 2 ദിവസമായിട്ട് വന്ന് കളിച്ച് അവന് അഡിക്ഷനായി. അവൻ പണ്ടത്തെ ഭയങ്കര ഗെയിമറാണ്. സോ പണ്ട് ഒരു A3 ഇന്ത്യ കളിക്കുമായിരുന്നു അവർ സ്കൂളിലായിരുന്ന സമയത്ത്. അപ്പം അതിൻ്റെ ഒരു ആക്രാന്തം അവനുണ്ട് ഗെയിമിങ്ങിൽ. അപ്പം എന്തായാലും വാലോ ഭ്രാന്തനായിട്ട് ഇരിക്കുകയാണ്. അവൻ്റെ ഭാര്യ പാവം വന്ന് പോസ്റ്റായിട്ടിരിക്കും. അവിടെ മണിക്കൂർ ഇണങ്ങി ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കും. അതാണ് വീക്കെൻഡ് പരിപാടി. മിക്കവാറും പുറത്തു പോകുന്ന തന്നെ അറിഞ്ഞൂടാ. നോക്കട്ടെ ഗൈസ്. ഗൈസ്, വാലോ കളിക്കുന്ന ഡോക്ടർ സോനു പഴയ പൊളി ഗെയിമറാണ്. ഇത് അവന്റെ ഭാര്യ. അപ്പൊ ഷാരു വരട്ടെ, അതുവരെ നമ്മളിവിടെ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാനുള്ള പ്ലാനാണ്. ലെറ്റ് സി. ബൈ. അവൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവൻ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും നമ്മൾ എപ്പോഴും തിന്നാൻ വേണ്ടി പോകണം എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. ലേറ്റ് ആവും തോന്നണം. ഡിന്നർ പ്ലാൻ ചെയ്യണം ഇവിടെ പോകണം. മറ്റേ വാലോ പ്രാന്തനാണ് അവൻ. എല്ലാം കൊള്ളുന്നുണ്ടാടേ. ഓ, നെറ്റ് വലിച്ചോണ്ടിരിക്കുകയാണ് അവിടെ. പക്ഷേ ഇത് കൊള്ളാം. തുമ്പ എവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാണ്. സണ്ണി ഡയമണ്ട്സിന്റെ അടുത്ത് ഏതോ വളവിലുണ്ട് കേസ് ഈ ഒരു ചക്കവറ്റിൽ. കൊള്ളാം, നല്ല ടേസ്റ്റ്. എന്നൊക്കെ പറഞ്ഞ പല്ലിനൊക്കെ നല്ല എക്സസൈസ്. ഓ കൊള്ളാം, നല്ല ടേസ്റ്റ്. കറക്റ്റ് ലൊക്കേഷൻ ഞാൻ എപ്പോഴെങ്കിലും തപ്പിയിട്ട് ഇടാം. ലൈവ് എവിടെ പാവം പോസ്റ്റ്. അത് വേണോടി, ചക്ക വറുത്തത് വേണോ? ചിപ്സ് വേണോ? ഡയറ്റാണ്. ശരി ഗൈസ്, അതിൽ ഷാരുവും അനന്തവും വന്നിട്ട് കാണാം. ബൈ. അങ്ങനെ ഗൈസ്, നമ്മളാ പിള്ളേർ വന്നിരിക്കുകയാണ്. അനന്തു ആഫ്റ്റർ സോ ലോങ്. എവിടാ നിന്നെ കാണാനില്ലല്ലോ. അനന്തു, നീ ഒരു സിനിമക്കാരനായപ്പോ നീ എന്തായിക്കോടാ, നിന്നെ കാണാൻ കിട്ടില്ലല്ലോ. മാറ്റി. ഇല്ല ഞാൻ മാറ്റി. അപ്പോൾ തന്നെ റൈറ്റ് ടൈം ഷിഫ്റ്റ്. ഓ ഗൈസ്, ഓ മൈ ഗോഡ്, ഷാനയ്ക്ക് ഹാപ്പി ആയി. ഏപ്രിൽ ബേബി അസൂയ മൂത്ത് കിടക്കുകയാണ്. എന്തിനാണ് ഇത്? ഇപ്പൊ കറണ്ട് വരും. ശരിയാണ്, സോറി ഗൈസ്, ഒന്ന് കറണ്ട് പോയതാണ്. ഫുഡ് എവിടെ നിന്ന് കഴിക്കുമെന്ന് ആലോചിക്കട്ടെ. ബൈ. ഫോണിനെ സൂക്ഷിക്കുക അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ ഇതൊക്കെ കൊണ്ട് നമ്മളെ കാണിച്ചിട്ട് കാര്യമുണ്ടോ? അവന്റെ വേറെ ഫോണുണ്ടോ? ഓർമ്മയുണ്ട? ഇതിന് മുമ്പേ ഉള്ള ഫോൺ അതിനെ നശിപ്പിച്ചാണ് വെച്ചിരുന്നത്. ഇതിന് മുമ്പുള്ള ഫോൺ
ആ അത് തന്നെ എനിക്ക് ഡോക്ടർമാർക്ക് ഫോൺ സൂക്ഷിക്കാൻ പറ്റൂല എന്നുള്ളതിന്റെ ഒരു ക്ലൂ എനിക്ക് കിട്ടി. അത് ഇല്ലല്ല എല്ലാണോ കൊണ്ടൊന്ന് തറയിടലാണ് ഗൈസ്. ഒരു സൂക്ഷ്മത ഇല്ലാത്ത ടീമുകളാണ്. അപ്പൊ ഗൈസ് നമ്മൾ OG റാമനിലോട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് നമ്മൾ എന്തോന്നൊക്കെ തിന്നുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഫ്രൈഡ് റൈസ്, റൈസ് ബോൾ ഉണ്ട്, അതിന്റെ മോളിൽ കൂടെ മുട്ട ഇങ്ങനെ ഇട്ടിട്ട്. അവൻ ഫ്രൈഡ് റൈസ് ഫാൻ. അനന്തു ബീഫ് കഴിക്കൂലേ നീ? ബീഫ് നൈസാ. സ്റ്റേക്ക് പോലത്തെ ഒരു സാധനം ഇങ്ങനെ റൈസിലിട്ടിട്ട് മുട്ട അതിന്റെ പുറത്തോട് വെച്ചിട്ട് അതിനെ മിക്സ് ചെയ്തിട്ട് നൈസ് സാധനമാണ്. അപ്പൊ ഗൈസ് നമുക്ക് OG റാമനിൽ വെച്ച് കാണാം. 2 വണ്ടിയിലായിരിക്കും പോകുന്നത്. ഓൾറെഡി ടേബിള് ബുക്ക് ചെയ്തിട്ടുണ്ട്. നല്ല തിരക്ക് പിടിച്ച സ്ഥലമാണ്. സോ ലെറ്റ്സ് സീ. OG റാമനിൽ എത്തിയിട്ട് കാണാം ഗൈസ്. ബൈ ബൈ. വീണ്ടും OG റാമനിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈം അല്ലേ? ആരും ഫസ്റ്റ് ടൈം. അപ്പം റോസ്റ്റിൽ ആദ്യമായിട്ടാണ്. ഓ നൈസ്. അപ്പൊ ഗൈസ് നല്ല തിരക്കുണ്ട് ഇവിടെ. എന്തായാലും പയ്യെ രക്ഷപ്പെട്ടു. ബിസിനസ് ഉണ്ട്. ഞാൻ വിളിച്ച് ടേബിൾ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. സോ 2 ടേബിളെങ്കിലും എണീച്ചാലേ നമുക്ക് 6 പേർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. സോ വി ആർ വെയിറ്റിംഗ്. സീറ്റ് കിട്ടുമ്പോൾ നമ്മൾ അകത്ത് കയറുന്നതായിരിക്കും. കുറച്ച് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഗൈസ്. നല്ല ലൈറ്റ് ഉണ്ട്. എന്താണ് ഇത്? ജാമ്പക്കയാണ്. ഇത് ജാമ്പക്കയല്ലേ? ആ ഇതാണ് ജാമ്പക്ക. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കപ്പിൾസിന്റെ അടികൂടൽ, കപ്പിൾസിന്റെ ചിക് ചാറ്റ്. ഇവൻ മാത്രം അവിടെ ചൊറിയും കുത്തിയപ്പുണ്ട്. Oh yeah, that phone is good. Xiaomi 17 Ultra പൊളിയാണ് ഗൈസ്. അയ്യോടെ പട്ടി വയലൻസ്. ഷാരു പട്ടി എന്ന് പേടിപ്പിച്ചെന്ന് തോന്നുന്നു. പട്ടി ഒന്നും നിർത്താതെ പറയുന്നു. ഓ 2 പട്ടികള്. ആ മനസ്സിലായി. എന്താണ് ഷാരു പട്ടികളെ ചെയ്തിട്ട് വന്നത്? കൊള്ളാം കേട്ടോ, നല്ല ആംബിയൻസ്. ഇവിടെ എന്തോ ബാപ്റ്റിസം നടക്കുകയാണ്. ഇവിടെ നമ്മളെ ജാപ്പനീസ് റെസ്റ്റോറന്റ്. ഇതാണ് സൊറനോയ. നല്ല കോഫി ഷോപ്പാണ് ഗൈസ്. വന്നിട്ട് കഴിയുക. നമ്മളെ സീറ്റിലൊക്കെ റെഡി ആയിട്ടില്ല. റെഡി ആകുമ്പോൾ നമ്മൾ അകത്ത് കയറുന്നതായിരിക്കും. ബൈ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ OG റാമന്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ടേബിൾ കിട്ടി. നിങ്ങളുടെ ഫസ്റ്റ് ടൈം അല്ലേ? ആ ഇവരുടെയും ഫസ്റ്റ് ടൈം ആണ്. അടേ ഇവര് സ്പൈസി ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണോ? ഏറ്റവും സ്പൈസി മൗണ്ടൻ ആ അതിന്റെ എക്സ്ട്രീം. ആ ഓക്കെ സെറ്റ്. അടേ നിങ്ങൾ ട്രൈ ചെയ്യണോണ്ടാ സ്പൈസി റാമൻ ചാലഞ്ച്? ഞാൻ മൗണ്ടൻ ഡെവിൾ പോർക്ക് സെറ്റ് നമ്മൾ രണ്ടുപേരും കൂടെ ഒരെണ്ണം തേടിക്കാം. അതിന്റെ വേസ്റ്റ് ആയി എടുക്കാം. ഞാനൊരു ചിക്കൻ ടോങ്കറ്റ്സു റാമൻ പറഞ്ഞു. ചിക്കൻ കരാഗെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ബീഫ് ടറ്റാക്കി, പിന്നെ ഓയിസ്റ്റർ മഷ്റൂംസ് കരാഗെ. ലാസ്റ്റ് ടൈം പറഞ്ഞ സെയിം സാധനങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇറച്ചി ഡോണ് കഴിഞ്ഞ ഫേവറേറ്റ്. പിന്നെ നമ്മൾ ഈ ബേൺഡ് ഗാർലിക് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഫുഡ് വരട്ടെ ഗൈസ്. മടമടാന്ന് കഴിക്കാനുള്ള സെറ്റപ്പാണ്. യവനാണെങ്കിൽ സ്പൈസി റാമനും പറഞ്ഞിട്ടുണ്ട്. നല്ല ഏരിയയാണ് ഗൈസ് അത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് നോർമലാണ് പറഞ്ഞത്. എക്സ്ട്രീം സ്പൈസി പറഞ്ഞില്ല. സോ സേഫ് ആണ്. എന്തായാലും സാധനങ്ങൾ വരട്ടെ കാണിക്കാം. ഇതാണ് ബീഫ് ടറ്റാക്കി. ബീഫ് ടറ്റാക്കി വന്നിട്ടുണ്ട് നിന്റെ. ബീഫ് ടറ്റാക്കി പ്രാന്തനാണ് അവൻ. ടോണിയുടെ പോയാലും ഇതൊക്കെ തന്നെ മെയിനായിട്ട് തിന്നണം. എങ്ങനെയുണ്ടടാ സോനു? അവള് ചോദിച്ചാ? നീ ചോദിച്ചാ? നീ കൊള്ളാവോ? ഇഷ്ടപ്പെട്ടാ? നീ കഴിച്ചു നോക്കണാ? കുറച്ച് കഴിച്ചു നോക്കടാ. അതിന് ചെറിയൊരു പീസ് എടുത്തു. ആ അത് മതി. ജസ്റ്റ് അതിലൊന്ന് ആ ക്രീമിലൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ആ അതാണ് നല്ല ടേസ്റ്റ് ആടാ. പക്ഷെ മീറ്റിന്റെ ടേസ്റ്റ് ഒന്നുമില്ലല്ലോ. എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താടാ ഇഷ്ടപ്പെട്ടില്ല? ആ ഓക്കെ. അവന് വളരെ ചൂസിയാണ്. നീ കഴിക്കും. ആ കഴിച്ചിട്ട് പറയാം. അത് തിന്നല്ലേ, അത് മൈക്കെടുത്ത് വിഴുങ്ങരുത്. മറ്റേ ഇങ്ങനെ ന്യൂസ് ചാനലൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ എനിക്കിങ്ങനെ ചെയ്യാം. ആര് അവൻ പറഞ്ഞായിട്ട് വാങ്ങിച്ചു ചെയ്യണം. പിന്നെ എനിക്ക് ഓറഞ്ച് വേണമായിരുന്നു. ഓറഞ്ച് ഫോണും ഓറഞ്ച് മൈക്കും സീൻ. അതെടുത്ത് ഇങ്ങനെ ആക്കിയാൽ മതി. ഇതും കൊണ്ട് നടക്കണ്ട. ചെറിയ റോഡിന്റെ ആണ് ഗൈസ്. റോഡിന്റെ മൈക്കാണ്. ആ സാധനം വരുന്നുണ്ട്. ഓറഞ്ച് കളർ മൈക്ക്. റോഡ് മിനിയ റോഡ് മൈക്രോ വരുന്നുണ്ട് ഗൈസ്. വന്നതിന് ശേഷം നമ്മളൊരു പുതിയൊരു ഔട്ട്ലുക്കിലായിരിക്കും ഇനി കാണാൻ പോകുന്നത്. മറ്റേ ഈ വെതർ ഫോർകാസ്റ്റ് ഒക്കെ പോലെ ഞാൻ മറ്റേ വലിയ മൈക്കും പിടിച്ചോണ്ടിരിക്കും. എന്താണ് അടുത്ത ഫുഡ് വരട്ടെ ഗൈസ്. ഇത് കാലിയായി. ഇതാണ് ചിക്കൻ കരാഗെ. അത് വന്നിരിക്കുന്ന താമസം അറ്റാക്കാണ്.
നല്ല ഇപ്പൊ എണ്ണ എടുത്തോണ്ട് വന്നേ ഇരിക്കും കേട്ടാ. ചൂടുള്ള കിഴക്കി ഊതി ഊതി കഴിക്കാന് ഉപ്പന് ഊതി ഊതി കുടിക്കാൻ ഇഷ്ടം. എങ്ങനെയുണ്ട്? ആ ബെസ്റ്റ്. നല്ല ചൂടല്ലേ? ഇതാണ് ഗൈസ് ഓയിസ്റ്റർ മഷ്റൂം. ഓയിസ്റ്റർ മഷ്റൂം. അല്ലല്ലേ പരാഗ. കടലമാവിലാണ് നല്ല ചൂട്. ഓ വേണ്ടടാ. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ലെമണേഡ് ഫിഷ്. നാരങ്ങ വെള്ളം അതിനാണോ ലെമൺ? ഇതാണ് ഹലോ കിറ്റി. ഇതാണ് അവന്റെ ഹലോ കിറ്റി. അത് കമത്തും. ഇതെങ്ങനെയാണ് കമ്മിതാണ്ട യാക്കുൾട്ട് എടുത്തിട്ട് അതിലോട്ട് കമത്തുന്നു, മിക്സ് ചെയ്ത് കഴിക്കുന്നു. അത്ര ഇതാണ് യാക്കുൾട്ട് പ്രോബയോട്ടിക്. കളക്കണ്ട. ഇതിന്റെ ഓട്ടോ ഫോക്കസ് ഇഷ്യൂ കുറച്ച് സീനാണ്. മിക്സ് ആണ്, സോൾട്ടും ഷുഗറും കൂടെ ഒരുമിച്ച്. എങ്ങനെയുണ്ട് ഡ്രിങ്ക്സ്? എങ്ങനെയുണ്ട്? ഹലോ കിറ്റി കൊള്ളാം. യാക്കുൾട്ട് കമത്തിയിട്ട് യാക്കുൾട്ട് എന്ന് പറഞ്ഞ ഒരു പ്രോബയോട്ടിക് ഇല്ലേ? കൊള്ളാ. ഇത് ഏത് ഫ്ലേവർ? എനിക്ക് ഹെൽത്തി സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. ഇത് ഞാൻ മറ്റേ നാരങ്ങയുള്ള ഉപ്പും പഞ്ചാരയും കൂടെ മിക്സ് ചെയ്ത് ORS. നമുക്കിതാണ് ഇഷ്ടം, പ്ലെയിൻ ആൻഡ് സിമ്പിൾ. ഇതെന്തോ നാരങ്ങയൊക്കെ പിഴിയണം. ഓ ഇതാണ്ടാ പറന്ന് സാധനം, നല്ല ഡിമാൻഡാണ് കേട്ടാ. റാമൻ വരട്ടെ. എന്റെ ടോങ്കട്സു റാമൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം ക്രീമി ചിക്കൻ ബ്രോത്ത് ആണ്. എവരുണ്ട് സ്പൈസി ഒക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ എല്ലാം കരയും. നമ്മള് പിന്നെ നൈസായിട്ട് റൈസ് ബോൾ അങ്ങ് പറഞ്ഞു. അവന് റൈസ് ബോൾ പറഞ്ഞു. ഞാൻ ഇതൊന്ന് ട്രൈ ആയിട്ട് വരാൻ കഴിയും. നമ്മളെ റാമൻ ഇറച്ചിട്ടോ സനി പറഞ്ഞതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അല്ലേ സനി? അത് മിക്സ് ചെയ്യണോ? മൊത്തം കംപ്ലീറ്റ് മിക്സ് ചെയ്യണം. ഞാൻ ആദ്യം ഒന്ന് ബ്രോത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ കൈ. സനി ഒന്ന് മിക്സ് ചെയ്യാം. നോർമൽ ഫ്ലേവർ ആണ് തോന്നുന്നില്ല. റൈസിന്റെ കൊള്ളാം, നല്ല ടേസ്റ്റ്, നല്ല. ഇത് മറ്റേ സ്പൈസി അതല്ല, ഇത് നോർമലാണ്, ക്രീമിയാണ്. അതെടുത്തോ. ആദ്യം അത് ഫുള്ള് മിക്സ് ചെയ്യട്ടാ. അത് മിക്സ് ചെയ്യണം. തലയിലും പെരുപ്പ് കയറിയത് ഇത് നല്ല ഏരിയാണ് നല്ല ടേസ്റ്റ്. നല്ല എരിവുണ്ട്, പക്ഷെ അതൊരു ടേസ്റ്റ് ഉണ്ട്. നല്ല കറിയൊക്കെ തരുന്ന ഫീല്. ചിക്കൻ കറിയൊക്കെ എരിവുണ്ട്. അതിന്റെ സ്പൈസി പറയായിരുന്നു ആണെങ്കിൽ. ഇവർക്ക് അതൊരു വിഷയമല്ല, അത് ഒറിജിനലാണോ പറഞ്ഞ. അതിന്റെ സ്പൈസി പറയായിരുന്നല്ലേ. കേട്ടാ കിടിലൻ സാധനം കേട്ടാ, നല്ല ഫ്ലേവർ. ഇങ്ങനെ നൂഡിൽസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഹാൻഡ് മെയ്ഡ് തന്നെ. ഇത് ചൂയൊന്നുമല്ല, നല്ല സ്മൂത്ത് നൂഡിൽസ്, നല്ല രസമുണ്ട്. ഇതല്ല ഈ ഒരു ടൈപ്പ് ഓഫ് ബ്രോത്തിന് നല്ല ചേരുന്നുണ്ട് കേട്ടാ, നല്ല നല്ല ടേസ്റ്റ്. ഇതാണ് അവരുടെ ചിക്കൻ. നൈസ്. എന്റെ നൂഡിൽസ് പതുക്കെ അടിച്ചോണ്ട് പോയിരിക്കുകയാണ് തിന്നാനായിട്ട്. എങ്ങനെയുണ്ട്? ശരി, ഞാൻ കഴിച്ചിട്ട് വരാം. ബൈ. അനന്തുവിന്റെ ഫ്രൈഡ് റൈസ് വന്നിരിക്കുകയാണ്. ബേൺഡ് ഗാർലിക് ഫ്രൈഡ് റൈസ്. അറ്റാക്ക്. അവന്റെ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ കൊള്ളാവല്ലേ. ബെസ്റ്റ്. അതുണ്ട് ഭയങ്കര. ബേൺഡ് ഗാർലിക് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്യും. അതെന്തോ ആലോചിക്കുന്നത് എങ്ങനെയാ ഫിനിഷ് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത്. അതാണ് മൊത്തത്തിൽ മിക്സ് ചെയ്യടി, അപ്പൊ ശരിയാവും. ചിലപ്പോ അതിന്റെ മുകളിൽ ടോപ്പിംഗ് ആയിട്ട് ഇട്ടേക്ക്. വെറൈറ്റി അല്ലേ, വെറൈറ്റി അല്ലേ. ഞാൻ അനന്തുവിന്റെ ബേൺ ഗാർലിക് ഫ്രൈഡ് റൈസ് ടേസ്റ്റ് നോക്കാം.
അവിടെ ഉപ്പില് വെന്തിറച്ചി ഗാർലിക് ഒരു ക്രിസ്പാണ്, നല്ല സ്ട്രോങ് ഫ്ലേവർ അടിയും. പക്ഷെ കൊള്ളാം, അങ്ങനെ ഫ്രൈ ചെയ്തിട്ടേക്കുന്നത് കൊള്ളാം ഗാർലിക്കിന്റെ. ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല, ഗാർലിക്കിന്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് നൈസ് ആണ്. വേണ്ടേ ഇതെന്തുകൊണ്ട് ഷാപ്പിൽ പോണ കാര്യം പറഞ്ഞോണ്ടിരിക്കണേ ഫുഡടിക്കാൻ ഞാൻ ഒരു ഷാപ്പ് വ്ളോഗ് ചെയ്തിട്ടില്ല, എനിക്കും ചെയ്യണം. നല്ല തലക്കറിയെ കിട്ടും. തലക്കറി നല്ല പക്ഷെ ഫുഡ് പോയ്സണിങ് അടിക്കാത്ത സ്ഥലത്ത് വേണം പോവാൻ, എവിടെ പോയാലും. വയറ് കാലിയാക്കി പോവാം, പക്ഷേ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് മൊത്തം? ഫുഡ് അടിപൊളി, മൊത്തത്തിൽ ഒരു ഓവറോൾ നല്ല റേറ്റിംഗ് കൊടുക്കാം. എന്താണ് ഡെവലപ്പ് ചെയ്യാനുള്ളതാണ്? എന്തൊക്കെ ഡെവലപ്പ് ചെയ്യാനുണ്ട്? എനിക്ക് ഇതിപ്പം മൗണ്ടൻ ടെബിൾ റാമൻ ഇപ്പം സാധാരണ പോർക്ക് വെട്ടി തരാത്തത് മാത്രമേ മാത്രമാണ് എനിക്ക് സങ്കടം. ഇല്ല, അത് കുഴപ്പമില്ല കേസ്, അത് ഡിഫറെന്റ് റാമൻ പ്രിപ്പറേഷന്റെ പ്രശ്നമാണ്. എനിക്ക് ടോണി ഉണ്ടാക്കുന്ന ഇഷ്ടം എന്ന് പറയുമ്പോൾ ഇത് ടോണിയുടെ പ്രൊമോഷൻ അല്ലേ ഇത്? നമുക്ക് ടോണിയുടെ അവിടെ പിന്നെ പോവാം. തൽക്കാലം നമ്മൾ OG റാമനിലാണ് കേസ്. ടോണി പിന്നെ നമ്മുടെ സ്വന്തം പയ്യനാണ്, നമ്മൾ പറഞ്ഞ അനുസരിച്ച് ഓരോന്ന് ചെയ്തു തരും. അവന്റെ അവിടെ ഒരു പുതിയ സാധനം വന്നു, ടെറിയാക്കി മഷ്റൂം എന്ന് പറഞ്ഞിട്ട്. ആൾക്കാരുടെ ഒരു റിവ്യൂ കണ്ടിട്ട് അത് കൊള്ളാൻ തോന്നുന്നുണ്ട്. എനിക്ക് മഷ്റൂം അലർജിയാണ് കാരണം എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ കഴിച്ചില്ലല്ലോ, ഞാൻ ചിക്കനാണ് കഴിച്ചത്. അറിയാതെ വെച്ച കുഴപ്പം എന്തൊക്കെയോ ഊള കോമഡിയൊക്കെ അടിക്കുന്നുണ്ട്. ഞാൻ അറിയാതെ കഴിച്ചില്ല, അറിഞ്ഞും കഴിച്ചില്ല. അറിയാതെ രാത്രി ആവുമ്പോ ബ്രെയിനിന് മനസ്സിലാവും. തൊണ്ട ചൊറി, ത്രോട്ട് ഇറിറ്റേഷൻ വരും. പക്ഷെ എനിക്ക് എല്ലാ മഷ്റൂമിലും ഇല്ല, ചില മഷ്റൂമിലാണ്. അങ്ങനെ ഗൈസ് നമ്മൾ OG റാമനിൽ നിന്ന് ഫുഡ് അടിച്ചിട്ട് എന്റെ അമ്മ ഇന്ന് ബാക്കിൽ നിന്ന് 2 കൈ ഈ ബാക്കി തൊട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ നേരെ കാരവനിലോട്ട് പോവുകയാണ്. കാരവനിൽ പോയിട്ട് എന്തോന്നും പൈനാപ്പിൾ സൺഡേ. നീ കഴിച്ചിട്ടുണ്ടാടാ പൈനാപ്പിൾ സൺഡേ? നല്ലതാണ്, കഴിച്ചിട്ടുണ്ടാ? അപ്പൊ എന്തായാലും കാരവനിൽ കയറിയിട്ട് വരാൻ ഗൈസ്. അവരെത്തിയില്ലെന്ന് തോന്നുന്നു. കഴിച്ചിട്ടുണ്ടാ? എന്തായാലും നോക്കട്ടെ. എങ്ങ് ദൂരെന്ന് സംഘം നല്ല പാർക്കിംഗ് ഒക്കെ ഫുള്ള് കേട്ടാ. എനിക്ക് തോന്നുന്നു അവര് കുറച്ചൊരു 5 മിനിറ്റ് നേരത്തെ വന്നു, അത്രേ ഉള്ളൂ. ഫുൾ ആൾക്കാരാണല്ലോ ഗൈസ്. അപ്പൊ കയറി ഓർഡർ ആയിട്ട് വരാം ഗൈസ്. ബൈറ്റ് ഇതെന്തോ പിസ്റ്റാഷ്യോ? ഇതല്ലല്ലോ, പിസ്റ്റാഷ്യോ അല്ലല്ലോ വേണ്ടത്. അതൊക്കെ എന്തോ ബെറീഡ് അഫെയർ. ഇതെന്താണ്? പൈനാപ്പിൾ സൺഡേ ഉണ്ടോ? പൈനാപ്പിൾ ഐസ്ക്രീമും പൈനാപ്പിൾ കമ്പോട്ട് വാനില സോസ് കാഷ്യൂ. അത് കുറച്ച് അധികം മധുരമാവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ചിലപ്പം കാരവൻ സ്പെഷ്യൽ സ്മോൾ പറയാം. ഞാൻ എന്തായാലും നോക്കട്ടെ ഗൈസ്, എന്താ നല്ല നോക്കിയിട്ട് ഞാൻ വരാം. അങ്ങനെ ഗൈസ് നമ്മൾ കാത്തിരുന്ന പൈനാപ്പിൾ സൺഡേ വന്നിരിക്കുകയാണ്. ഇവന്റെ എന്തോ ചെറിയ മെനു ഫലൂഡ. ഇതെന്തോടാ അത്? നിർബന്ധിച്ച് തീറ്റിക്കാൻ 2 ചിമ്പന്മാര് കഴിക്കടാ അങ്ങോട്ട്. കഴിക്ക് കുറച്ചൊക്കെ കഴിക്കാടാ, കുറച്ച് കഴിക്കാം. ഇതിന്റെ അത്രയ്ക്ക് മധുരം എന്തായാലും ഇല്ല. എവളതാ കഴിച്ച് ഫിറ്റായി തുടങ്ങുന്നു. അങ്ങനെയുണ്ട് പൈനാപ്പിൾ അല്ലേ? പൈനാപ്പിൾ സൺഡേ. കുറച്ച് പൈനാപ്പിൾ എടുക്കുക, കുറച്ച് ഐസ്ക്രീം എടുക്കുക, കുറച്ച് നട്ട്സ് എടുക്കുക, ഇങ്ങനെ സ്പൂണിലെടുക്കുക. നമ്മൾ ഇത് പൈനാപ്പിൾ ജാം. കിസാന്റെ പൈനാപ്പിൾ ജാം എടുത്ത് ഐസ്ക്രീം ഇട്ടേന്നു. ഇവിടെ വീട്ടിലൊരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് പൈനാപ്പിൾ ജാം അത് കിട്ടാൻ പോരായിരുന്നോ? പൈനാപ്പിൾ ജാം ഒന്നും അല്ല, ഇത് പൈനാപ്പിൾ കോമ്പോട്ടാണ്. പൈനാപ്പിൾ കോമ്പോട്ട് നല്ല കോമ്പിനേഷൻ. നട്ട്സും പൈനാപ്പിളും പൈനാപ്പിൾ ഐസ്ക്രീമും കൊള്ളാം ഗൈസ്, നല്ല അടിപൊളി സാധനം. ഒറ്റ പ്രശ്നം, ഇവിടെ ഇരിക്കാൻ കുറച്ച് പണിയാണ്. ഞാൻ കണ്ടത് ഈ എഡ്ജിലാണ് ഇരിക്കുന്നത്, ചട്ടിയിൽ അത് കയറി ഇരിക്കാത്ത ഭാഗ്യം. ഞാനുണ്ടാ ഷുഗർ കട്ട് ചെയ്തിട്ട് തലവേരിക്കും. ഇത് മൊത്തം കഴിക്കുമ്പോഴേക്കും എന്റെ തല അടിച്ചു പോകും. എല്ലാവരും പൈനാപ്പിൾ സൺഡേ വന്ന് കഴിക്കുക ഗൈസ്, സൂപ്പർ സാധനം. കഴിച്ചിട്ട് വരാം. അങ്ങനെ ഗൈസ് ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് എല്ലാരും വരികയാണ്. ഇന്നത്തേക്കുള്ള പരിപാടികളൊക്കെ കഴിച്ചിട്ട് അത് ഷുഗർ കഴിച്ചിട്ടാണ്. ഷുഗർ കഴിച്ച് റിഗ്രറ്റ് അടിക്കുന്ന ആൾക്കാർ. ഹാപ്പൻസ്. അങ്ങനെ ഗൈസ് ഔട്ട്റോയിലെത്തി എത്തിയിരിക്കുകയാണ്. നമ്മളെ പരിപാടിയും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇവരൊക്കെ വീട്ടിൽ പോകുന്നു. അപ്പം അനന്തു ബൈ, അടുത്ത പ്രാവശ്യം കാണാം. ഓൾ ദി ബെസ്റ്റ്. ബൈ. ആണാ? അല്ല പക്ഷെ എന്റെ വ്ളോഗ് ഇവിടെ തീരെയാണ്, ഫ്ലാറ്റിൽ വരുന്നത്. ഓക്കെ ഗൈസ്, ടാറ്റാ ബൈ.